ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റെഡ് റോസ് യൂട്യൂബ് ചാനൽ. റോസ് ചെടികളെ ഇഷ്ടമല്ലാത്തവരായി ആരും കാണില്ല. റോസാപ്പൂക്കൾ അതിമനോഹരമാണ്. ഈ പൂക്കളെ ഇഷ്ടപ്പെടാത്ത ആരുണ്ട്? റോസിൽ നിറയെ തളിർപ്പുകളും പൂക്കളും ഉണ്ടാവുന്നതിനായി ഒരു കിടിലം മാജിക് വളവുമായാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഈ വളം തയ്യാറാക്കുന്നതിന് നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഉള്ളിത്തൊലി, പഴത്തൊലി, പിന്നെ പച്ചക്കറികളുടെ വേസ്റ്റ് എന്നീ സാധനങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കാണുന്ന റോസിലൊന്നും വലുതായിട്ട് തളിർപ്പുകളോ ഒന്നുമില്ലായിരുന്നു. ഒരാഴ്ച മുമ്പ് ഞാൻ ഈ വളം കൊടുത്തിട്ടാണ് നോക്കിക്കേ 3-4 കമ്പുകളിൽ തളിർപ്പുകൾ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ചെടികൾ നിൽക്കുന്നുണ്ട്. ഈ ഒരെണ്ണത്തിലും ഒരു വന്നിട്ടുള്ള പൂവും വന്നിട്ടുണ്ട്. നോക്കിക്കേ, ഇത് സാധാ നാടൻ റോസാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ബഡ് റോസും ഉണ്ട്. ഇതൊക്കെ നാടൻ റോസുകളാണ്. ഇത് ഒരു പിങ്ക് കളറാണ് ആദ്യം വിരിയുമ്പം, പിന്നെ അത് നന്നായിട്ട് വിരിഞ്ഞ് വന്നു കഴിയുമ്പം ഒരു വൈറ്റ് കളറിലോട്ട് മാറുന്നുണ്ട്. അതിൻ്റെ ഒരു 2-3 ഇത് എൻ്റെ കയ്യിലുണ്ട്. ഇതും നാടൻ റോസാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ പിങ്ക് കളറാണ് വിരിയുമ്പം, പിന്നെ അത് കഴിയുമ്പോൾ അത് വെള്ള കളറിലോട്ട് മാറുന്നത് കാണുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചെടിയാണ്. ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച് വെച്ചൊരു ചെടിയാണ്. ഇതിലും അത്യാവശ്യം നോക്കിക്കേ തളിർപ്പുകൾ വന്നിട്ടുണ്ട്. 3-4 എടുത്ത് ഒരു മൊട്ടും ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ നമുക്ക് ഈ വളം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനൊരു പാത്രത്തിലേക്ക് 3-4 ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിരുന്നതാണ്. അന്നുള്ള മലക്കറി വേസ്റ്റ് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇതിൽ ഉള്ളിത്തൊലിയും, പിന്നെ തക്കാളിയുടെ തൊലി, ക്യാബേജിൻ്റെ തൊലി, അങ്ങനെ എൻ്റെ കയ്യിലുള്ളതെല്ലാം എല്ലാ വേസ്റ്റുകളും ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുത്തേ. ഇത് നന്നായിട്ട് പുളിച്ചിരിക്കുന്നതാണ്. ഇതിനെ നമ്മൾ നന്നായിട്ട് ഞരടി ആ വെള്ളത്തിലോട്ടാക്കിയിട്ട് നിറയെ, ഞാനിതിപ്പം വലിയൊരു അണ്ടാവാണ് എടുത്തേക്കുന്നത്, അതിൽ നിറയെ വെള്ളം ചേർക്കണം. ഇത് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യണം കേട്ടോ. ഇത് പുളിപ്പിച്ച സാധനം ആയതുകൊണ്ട് നേരിട്ട് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾ നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതിൽ നല്ല രീതിയിൽ വെള്ളം ചേർത്ത് നല്ലപോലെ നേർപ്പിക്കുക. അതിന് ശേഷം ഇത് നല്ലപോലെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം നിറച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ഈ വേസ്റ്റുകൾ ഒഴിവാക്കാം, ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാൻ അത്യാവശ്യം കുറച്ച് ആ വേസ്റ്റുകളെല്ലാം നല്ലപോലെ ഞരടി പിഴിഞ്ഞ് എടുത്ത് മാറ്റുന്നുണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് മാറ്റി ഇത് തന്നെ നമുക്ക് ചെടികളിലും തളിച്ച് കൊടുക്കാം. അപ്പം എന്തെങ്കിലും പുഴുശല്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കഞ്ഞിവെള്ളം, പുളിപ്പിച്ച കഞ്ഞിവെള്ളം തന്നെ തളിച്ച് കൊടുക്കുന്നത് ചെടികൾക്ക് നല്ലതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഏകദേശം എല്ലാ വേസ്റ്റും എടുത്ത് മാറ്റിയിട്ടുണ്ട്. അത്യാവശ്യം ഇനി നമുക്കിത് എന്നാലും കുറച്ച് വേസ്റ്റ് കിടപ്പുണ്ട്. ഇത് കുഴപ്പമില്ല കേട്ടോ. ഇത് നമുക്ക് ഓരോ ചെടികളിലും കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം റോസിന് മാത്രമല്ല, നമുക്ക് നമ്മുടെ കയ്യിലുള്ള എല്ലാ ചെടികളിലും ഈ വളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വളങ്ങൾ എപ്പോഴും ലിക്വിഡ് ഫോമിൽ കൊടുക്കുമ്പം വേര് പെട്ടെന്ന് വലിച്ചെടുക്കുകയും ചെടികൾ നല്ല ഹെൽത്തി ആയിട്ടും പെട്ടെന്ന് മുകുളങ്ങൾ വരാനും മൊട്ടുകൾ ഉണ്ടാവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. നല്ല ഒരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു വളമാണ് ഇത്. അപ്പം എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഒഴിച്ചാൽ ഉടനെ പെട്ടെന്ന് ചെടികൾ ഭയങ്കര ഭംഗിയാകും, അല്ലെങ്കിൽ ഭയങ്കര നല്ലതാകും, മുട്ട് വരും, പൂ വരും എന്നല്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 ദിവസം കൂടുമ്പം ചെയ്യുമ്പം ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ഞാനിപ്പം ബോഗൺവില്ലയിലും എൻ്റെ കയ്യിലുള്ള എല്ലാ ചെടികളിലും ഞാനിത് കൊടുക്കുന്നുണ്ട്. നോക്കിക്കുക, അതിലൊക്കെ ഇത് ഞാൻ ഒരാഴ്ച മുമ്പ് കൊടുത്തപ്പോൾ ഉണ്ടായ മാറ്റം. അപ്പം അത് നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നോക്കിക്കേ, ഈ കമ്പിലൊക്കെ വേറെയും ഉണ്ട്. കണ്ടോ, ചെറിയ മുകുളങ്ങളൊക്കെ വരുന്നുണ്ട്. കണ്ടോ, മുട്ടൊക്കെ വന്നിട്ടുണ്ട്, മുട്ടൊക്കെ ആയിട്ടുണ്ട്. ഞാനിത് അടിക്കടിക്ക് ചെയ്ത് കൊടുക്കുന്ന ഒന്നാണ്. ഞാൻ കഞ്ഞിവെള്ളമൊക്കെ വരുന്നതിനെല്ലാം എടുത്ത് ഇതേപോലെ ഞാൻ കളയാറില്ല, എടുത്തൊഴിച്ച് ഒരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റി വയ്ക്കും. എന്നിട്ട് ഒരു 3 ദിവസം കഴിയുമ്പോൾ ഇത് പുളിച്ച് കഴിഞ്ഞിട്ട്
ഇത് കൊണ്ടുവന്ന് നേരെ ഇതേപോലെ ഡൈല്യൂട്ടാക്കി എൻ്റെ ചെടിയൊക്കെ കൊടുക്കാറാണ് പതിവ്. ഞാൻ ഈ വളം മാത്രമല്ല ചെയ്യുന്നത്, വേറെയും വളങ്ങൾ ചെയ്യുന്നുണ്ട്. അത് വരും വീഡിയോകളിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. പിന്നെ റോസ് വളർത്തുമ്പോൾ നമ്മൾ റോസിന് പ്രൂണിങ് ചെയ്ത് കൊടുക്കുന്നത് അത്യാവശ്യമാണ്. പൂക്കൾ വന്നതിന് ശേഷം അത് കണ്ടാണ്ടേ, ഇത് കണ്ടോ, ഞാനത് വെട്ടി നിർത്തിയ ഒരു കമ്പാണ്. ഇങ്ങനെ മൊട്ട് വന്ന് വിരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ആ പൂ കൊഴിയാറാവുമ്പോഴും നമ്മൾ 3-4 ഇല താഴ്ത്തി തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ചട്ടിയിലെ മണ്ണ് നമ്മൾ നന്നായിട്ട് കുത്തി ഇളക്കി, ആഴ്ചയിലൊരിക്കലൊക്കെ കുത്തി ഇളക്കി കൊടുക്കുക. വേര് പൊട്ടാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി